1899 ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിന് പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു: ഒരു മനുഷ്യൻ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല, ശത്രുവിന്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ് എന്നാ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഇതിവിടെ പറയാൻ കാരണം, ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ കലാപം അരങ്ങേറിയപ്പോൾ RSS അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിച്ചത് ഈ വിവേകാനന്ദന്റെ വചനങ്ങളായിരുന്നു എന്നുള്ളതാണ്. 97-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കി വിടാൻ ലഘുലേഖകളും ബിൽബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദന്റെ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്ര പണ്ഡിതനായ ഷംസുൽ ഇസ്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സിലബസുകളിലൂടെ, സാംസ്കാരികമായ അവബോധങ്ങളിലൂടെ ഒക്കെ തന്നെ നിരന്തരം സൃഷ്ടിക്കപ്പെട്ട, നൂറ്റാണ്ടുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അതിവ്യാപനത്തിന്റെ മൂർധന്യഘട്ടത്തിലാണ് ഗുജറാത്ത് കലാപം അരങ്ങേറിയത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വിഷയം. ലോകം മുഴുവനും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയെ ഇയാള് എങ്ങനെയാണ് വളച്ചൊടിച്ചൊരു കലാപകാരിയാക്കി മാറ്റിയതെന്നാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ധൈര്യമാണ് ഇയാളെ കൊണ്ട് ഇതുപോലെയുള്ള നീചകർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്. ഇയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഇയാളുടെ പേര് TS ശ്യാംസുന്ദർ എന്നാണ്. ഇയാൾ സംസ്കൃത പണ്ഡിതനാണ്. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MPhil നേടിയിട്ടുണ്ട്. കേരള താന്ത്രിക ആചാരങ്ങളിൽ പ്രായശ്ചിത്ത ചടങ്ങുകൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇയാൾ ഡോക്ടറേറ്റ് എടുത്തത്. ഇയാളുടെ പുസ്തകങ്ങളുടെ പേരുകൾ ആത്മപ്രകാശം, താന്ത്രിക സംസ്കാര ദർശനം, കേരളീയ തന്ത്രപാരമ്പര്യം, ശബരിമല, ഹിന്ദുതന്ത്രങ്ങളും യാഥാർത്ഥ്യവും. ഇതൊക്കെയാണ് ഇയാളുടെ പുസ്തകങ്ങൾ. അതായത് നമ്മുടെ സംസ്കാരത്തിലെ ആഴങ്ങളിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മളുടെ ഏറ്റവും വലിയ ആരാധ്യനായിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ ഒരു കലാപകാരനാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാമിയുടെ വാക്കുകൾ വളച്ചൊടിച്ചിട്ട് അതിനെ ഗുജറാത്തിലെ കലാപകാരികൾ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നീചമാണ്. അപ്പം ഇവിടെ ഇയാൾ ഈ പറഞ്ഞ ആ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 126 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമെന്ന് ആലോചിക്കണം. 126 വർഷങ്ങൾക്ക് മുമ്പ് പ്രബുദ്ധ ഭാരത എന്ന് പറയുന്ന ഒരു പത്രാധിപര്, അന്നത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മതപരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മതങ്ങളിൽ നിന്നും ഹിന്ദുമതത്തിലേക്ക് ആൾക്കാരുടെ ഒരു ഒഴുക്കുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അവരെയൊക്കെ സ്വീകരിക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അന്നവിടെ നടന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും അധികം ഇയാൾ തിരഞ്ഞെടുത്തത് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വാക്കുകളാണ് ഇയാൾ തിരഞ്ഞെടുത്തത്. മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. സ്വാമി വിവേകാനന്ദൻ എങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞത്, അത് മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. അത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ വരുന്നവർക്ക് പത്രാധിപർ ചോദിക്കുകയാണ്, ഹിന്ദുമതത്തിലേക്ക് വരുന്നവർക്ക് ഏത് മതശാഖ തിരഞ്ഞെടുക്കാമോ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കൂ എന്നുള്ളതാണ്. അപ്പം അതിന് സ്വാമി വിവേകാനന്ദൻ ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി? ഹിന്ദുമതത്തിന്റെ ആത്മാവ് തന്നെ വ്യക്തിയുടെ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലാണ്. ഒരാളും സ്വയം തിരഞ്ഞെടുക്കാനാവാത്ത അവസ്ഥയിൽ ആ മതം നിലനിൽക്കുകയില്ല എന്നാണ്. ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഇയാൾ ഇവിടെ വിനിയോഗിച്ചുകൊണ്ട് ഈ വിഷം തുപ്പൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും, വീണ്ടും ഞാൻ പറയാണ്, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ഒരു തോന്നലാണ് ഇയാൾക്കൊക്കെ. പിന്നെ ഇയാൾ പറയുന്നത് ഒരു ചരിത്ര പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ചരിത്രകാരൻ, ഇയാൾ ഷംസുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാളുടെ പേരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അയാൾ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നടത്തിയ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. ഇയാൾ കൊടുത്ത റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ്. അപ്പം ഞാൻ അതും പരിശോധിച്ചു. അതിൻ്റെ അകത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഈ വാക്കുകൾ ഉണ്ടെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അയാൾ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ കാണിക്കട്ടെ. അപ്പം എങ്ങനെയാണ് ആൾക്കാർക്ക് സത്യങ്ങളെ വളച്ചൊടിക്കാനും
ഇതുപോലത്തുള്ള രീതിയിൽ വിദ്വേഷം പകർത്തുന്ന ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോർത്തിട്ടാണ് എനിക്ക് അത്ഭുതം. ഇയാൾ ഒരു ഭാഗത്തേക്ക് ചെരിവുള്ള ഒരു മനുഷ്യനാണ്, ഏത് ഭാഗത്തേക്കെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നമ്മുടെ സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇവിടുന്ന് പൈസയും കിട്ടുന്നുണ്ട്, ഇനി യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇനിയും ഹിന്ദുമതത്തിൽപ്പെട്ട ആ ഒരു വലിയ സംഖ്യ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ബാക്കിയുള്ള മതവിഭാഗങ്ങളെ കൊന്നു തള്ളുന്ന ഒരു വിഭാഗമായിരുന്നുവെങ്കിൽ ഇവിടെ ഹിന്ദുമതം മാത്രമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇവിടുത്തെ സനാതന ധർമ്മത്തിന്റെ സഹിഷ്ണുതയും ക്ഷമയും എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവാണ് ബാക്കിയുള്ള മതങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പ്. ഇത് ഇയാൾക്കും അറിയാം. എന്നിട്ട് ചില പ്രത്യേക അജണ്ടകളുടെ പുറകിലാണ് സ്വാമി വിവേകാനന്ദനെയൊക്കെ ഇയാൾ ഒരു കലാപകാരിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഇയാളുടെ വീഡിയോകൾ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കുറെ കൂടെ മ്ലേച്ഛമാണ്. അശോച്യാനന്യശോചത്വം എന്ന് ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുമ്പോൾ നീ ദുഃഖിക്കേണ്ടാത്തതിനെ പറ്റി ദുഃഖിക്കുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവ് അനശ്വരമാണ് എന്നും ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്നും ആത്മാവിന് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വംശഹത്യയിൽ ആരെങ്കിലും കൊന്നാൽ അതിൽ പശ്ചാത്തപിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പ്രത്യയശാസ്ത്ര ഹിംസ. ആ പ്രത്യയശാസ്ത്ര ഹിംസയിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെയൊക്കെ ഇത്ര മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടും ഇയാൾ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് സനാതന ധർമ്മത്തിൻ്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇയാൾ വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ദൈവത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ആരാധിക്കുന്ന ആരെക്കുറിച്ചിട്ടോ ഇയാൾ ഇതുപോലെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അയാളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ എന്ത് സഹിക്കും എന്നുള്ള ഒരു തോന്നലാണ്. ഭഗവത്ഗീത ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ, ഇത്രയും ആശ്ലീലം നിറഞ്ഞ രീതിയിൽ ഒരാൾ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇയാൾക്ക് ഇത് എങ്ങനെ ധൈര്യം വന്നിതിന്? ഇത്രയും മഹത്തായിട്ടുള്ള പുണ്യമായിട്ടുള്ള ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഇത്രയും ആൾക്കാർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുന്ന ഈ ഒരു മഹത് ഗ്രന്ഥത്തിനെ അത് ആൾക്കാരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ്. അതായത് ആത്മാവ് നശിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പശ്ചാത്താപമില്ലാതെ വംശഹത്യ ചെയ്യാമെന്നാണ് ഈ മഹാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോലുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് വേറൊരു സമാധാന മതത്തിലെ അവിടെ ആൾക്കാരെ കൊന്നു തള്ളണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സനാതന ധർമ്മത്തിലും അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അജണ്ട ഇയാൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ്, ഒരു ബദല്. അപ്പോൾ ഇതിന് ഇയാൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇയാൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് പറ്റുന്നത്? ഇത്രയും മഹത്തായിട്ടുള്ള അറിവിനെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്?